അയ്യോ കൊച്ചിയിലെ ഡ്രൈവറിനെ അയ്യോ വെള്ളം മുങ്ങുന്നേ രക്ഷിക്കണേ അയ്യോ ഇതെന്നെ മുമ്പിൽ വിളിക്കാൻ കടന്നുണ്ടല്ലോ സായി ഞാനിന്ന് കൊച്ചി സ്വിമ്മിംഗ് പൂളിൽ പോകാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നത്. ഞാൻ ആദ്യത്തെ സ്കൂളിൽ പോവാണ് കേട്ടോ, പെട്രോളിൽ കയറാൻ വേണ്ടി. അതിന് ടിക്കറ്റൊക്കെ എടുത്ത് മിർസൈദ എസ്കലേറ്ററിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. പിന്നെ എസ്കലേറ്ററിലൂടെ മിർസൈദ പ്ലാറ്റ്ഫോമിലേക്ക് പോകാനുള്ള വഴിയിലാണ്. അങ്ങനെ മിർസ കുറേ നാളായി പറയുന്നു സ്വിമ്മിംഗ് പൂളിൽ പോകണം, സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ ഇതാകുന്നു, യൂട്യൂബിലൊക്കെ കുറേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പോകാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളെ കൊച്ചിയിലെത്തി ആദ്യ ദിവസം തന്നെ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ മെട്രോയിൽ പോകുമ്പോൾ കുറേ നല്ല വ്യൂസൊക്കെ കണ്ട് കുറച്ച് കഴിയുമ്പോൾ മെട്രോ വന്നു. അങ്ങനെ ഞാൻ ഇതിൽ കയറാനുള്ള ഒരു ആവശ്യത്തിലാണ് കേട്ടോ. എക്സൈറ്റഡ് ആണ് മിർസ. അങ്ങനെ ഞങ്ങൾ നേരെ മെട്രോയിൽ കയറി തൃക്കാക്കരയിലുള്ള എക്കഡോക്സ് എന്ന് പറയുന്ന സ്വിമ്മിംഗ് പൂളിലാണ് കേട്ടോ നമ്മൾ പോയത്. അവിടെ ഞാനും മിച്ചാവും ഇറങ്ങി, സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. കണ്ട നിങ്ങൾ കണ്ടോ? എനിക്ക് അവിടെ നല്ല ആയിരുന്നു കേട്ടോ, അവിടെ കുത്താനേ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായില്ല. 6 അടി ആയമുള്ള പൂളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കുട്ടികൾക്ക് നീന്താനുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള പൂളൊന്നും ഇവിടെ ഇല്ല. എന്നാലും കുട്ടികളായിട്ട് വരുന്നവരും മുതിർന്നവരും പൂളിൽ ഇറങ്ങണം. കുട്ടികൾക്ക് സെപ്പറേറ്റ് ഇറങ്ങാനുള്ള പൂളൊന്നും ഇല്ല. എന്തായാലും 6 അടി ആഴമുള്ള പൂളാണ് ഇവിടെ ഉള്ളത്. അതെ ഗായ്സ്, ഇവിടെ ആര് വരുമ്പോഴും ശ്രദ്ധിച്ച് വേണം പറയാൻ. അവിടെ 6 അടി നീളമുണ്ട്, എനിക്ക് ആകെ 3 അടിയുള്ള നീളേ പറ്റുള്ളൂ. അപ്പം നമുക്ക് അടുത്ത ലൊക്കേഷനിൽ പോവാം. ബൈ ബൈ. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചി പോകാൻ വേണ്ടി ഹൈക്കോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഹൈക്കോടതിയിലുള്ള വാട്ടർ മെട്രോയിൽ കൂടിയിട്ടാണ് ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നത്. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് വന്നു. എൻ്റെ ഓടൊപ്പം മിർസയുണ്ട്. അപ്പോൾ അവിടുന്ന് കുറേ ആളുണ്ടായിരുന്നു കേട്ടോ, ടിക്കറ്റ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ക്യൂ ഒക്കെ നിന്ന് ഞങ്ങൾ ടിക്കറ്റ് അങ്ങനെ കൗണ്ടറിൽ ക്യൂ കൊണ്ടു, നല്ല ക്യൂ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ശ്രമത്തിന് ശേഷം ടിക്കറ്റ് എടുത്തു ഗൈസ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ അവിടെ പോയി സ്വൈപ്പ് ചെയ്യണം അല്ലേ? യെസ്, ഷിപ്പിംഗ് മെഷീനിൽ ചെയ്യണം, എന്നെങ്കിൽ അത് അതിനടുത്ത് പ്രവേശിക്കാൻ പറ്റും. അതെ ഗായ്സ്, അവിടെ ഞാൻ ആദ്യമായിട്ടല്ല ഞാൻ പോകുന്നത്, ഞാൻ കുറേ പ്രാവശ്യമായി പോകുന്നത്. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ വെയിറ്റ് ചെയ്തു, നമ്മൾ ടൈമായി. അതുകൊണ്ട് നമ്മൾ നേരെ ബോട്ടിലേക്ക് കയറാൻ പോണ ഗായ്സ്. അങ്ങനെ മുർസ കൈ പിടിച്ച് ഓടി പോവാണ് കേട്ടോ. വിൻഡോ സീറ്റ് പിടിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. അങ്ങനെ ഓടി ചെല്ലുവാണ് ഗൈസ്. വിൻഡോ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് വിൻഡോ സീറ്റ് ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഓടി പോകുന്നത്. യെസ്, അങ്ങനെ മുർസാക്കിയതാ വിൻഡോ സീറ്റ് എന്നെ പ്രതീക്ഷിച്ച പോലെ കിട്ടിയിരിക്കുന്നു ഗൈസ്. തൊട്ടപ്പുറത്ത് ഒരു വാട്ടർ മെട്രോ പോകുന്നുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ കൊച്ചി കണ്ടെയ്നർ ടെർമിനൽ കാണുന്നത്. ഇപ്പോൾ വാട്ടർ മെട്രോയിലൂടെ പോകുമ്പോൾ ടെർമിനലിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മിർസ നോക്കിയേ, വേറൊരു കപ്പൽ കൂടി വരുന്നുണ്ട്. നമ്മൾ ഇടിക്കുന്നു ചോദിച്ചു, പക്ഷെ ഇടിച്ചില്ല ഗായ്സ്. നമ്മൾ രക്ഷപ്പെട്ടു, സേഫാണ് ഗായ്സ്. അങ്ങനെ ജങ്കാർ പോകുന്നതും കണ്ടു. എന്ത് വലിപ്പല്ലേ ജങ്കാറിന്. വാഹനങ്ങളും വണ്ടികളൊക്കെ അപ്പുറത്തെ സൈഡ് എത്തിക്കാൻ കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ് ജങ്കാർ.
നമ്മൾ ഫോട്ടോ ചെത്തി പുറത്തിറങ്ങി. ബാസ്റ്റിൻ ബംഗ്ലാവ് വിസിറ്റ് ചെയ്യാൻ കേട്ടോ ഗൈസ് നമ്മൾ ആദ്യം വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ഫോർട്ട് കൊച്ചിയിലെ വാസ്കോഡ ഗാമ സ്ക്വയറിന് സമീപം സ്ഥിതി ചെയ്യുന്ന കൊച്ചി നഗരത്തിലെ ഒരു പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമാണ് ബാസ്റ്റിൻ ബംഗ്ലാവ്. നിലവിൽ ഇത് സബ് കളക്ടറുടെ ഔദ്യോഗിക വസതിയാണ്. പ്രധാനമായും ഡച്ച് ശൈലി പിന്തുടരുന്ന ഇന്തോ യൂറോപ്യൻ ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണമാണ് ബാസ്റ്റിൻ ബംഗ്ലാവ്. 1667 നിർമ്മിച്ച കടലിന് അഭിമുഖമായുള്ള ഒരു ഡച്ച് പൈതൃക ഘടനയാണ് ബാസ്റ്റിൻ ബംഗ്ലാവ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബാസ്റ്റിൻ ബംഗ്ലാവ് ഒരു റെസിഡൻഷ്യൽ കെട്ടിടമായി ഉപയോഗിച്ചിരുന്നു. ടിക്കറ്റ് നിരക്ക് വരുന്നത് കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയാണ് കേട്ടോ. അവിടുത്തെ മാപ്പ് ഭയങ്കര രീതിയിൽ ചെക്ക് ചെയ്യാണ് ഗൈസ്. അതാണ് അവരുടെ പണ്ടുപയോഗിച്ച വേൾഡ് മാപ്പിലെ കപ്പലിനൊക്കെ ഫോട്ടോ ഉണ്ട്. ഇത് അവിടുത്തെ ഡച്ച് കിച്ചൺ ആണ്. പണ്ടത്തെ ഡച്ച് ശൈലിയുള്ളൊരു കിച്ചൺ അവിടെ കാണാൻ വേണ്ടി സാധിച്ചു. പീരങ്കിയിൽ വീഡിയോക്കാനുള്ള പ്ലാനാണ്. കുറച്ച് ഫോട്ടോസ് ക്ലിക്ക് ചെയ്തു. ആ ഫോട്ടോസാണ് ഇവിടെ കാണുന്നത് ഗൈസ്. ഫസ്റ്റ് പാർട്ട് എത്രയേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.